ഹായ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് മുഴുവൻ ആളുകളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വളരെ വിചിത്രവും കൗതുകകരവും വളരെ എക്സൈറ്റഡുമായിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലേക്ക് വന്നത്. അത് മറ്റൊന്നുമല്ല, കേരളത്തിലെ ഒരു പുതിയ ട്രെൻഡ് എന്തെന്ന് വെച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ പെണ്ണുള്ളൂ. നാട്ടിലെ ഒരു പുതിയ ട്രെൻഡായിട്ട് വളർന്നു വരുന്ന വളരെ കൗതുകകരവും എന്നാൽ വളരെ ആശ്ചര്യമുളവാക്കുകയും ചെയ്യുന്ന ഒരു പുതിയ ട്രെൻഡ് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. എന്താണ് ഇതിന് പിന്നിൽ? എന്താണ് ഇതിൻ്റെ കോൺസിക്വൻസ്? ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എത്രയും പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ഇതിൻ്റെ ബെല്ലൈക്കൺ അമർത്തുക. മാക്സിമം ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ രക്ഷിതാക്കൾ തങ്ങളുടെ മകളുടെ വരൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കണം എന്ന് തീരുമാനിക്കാൻ കാരണം? എന്തുകൊണ്ട് ഈ രൂപത്തിൽ ചിന്തിക്കുന്നു? എന്തുകൊണ്ട് നാട്ടിലെ യുവാക്കൾക്ക് പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ ലഭിക്കുന്നില്ല? ഇതിൻ്റെ ഒരു രസകരമായ വസ്തു എന്ന് പറഞ്ഞാൽ 3.5 കോടി ജനങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഈ 3.5 കോടിയിൽ 5 ലക്ഷം അല്ലെങ്കിൽ 6 ലക്ഷത്തോളം മാത്രമേ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഉള്ളൂ. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ തങ്ങളുടെ മക്കളെ കല്യാണം കഴിച്ച് കൊടുക്കൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേരളം ഇനി ഭാവിയിലേക്ക് ഇനി വരാൻ പോകുന്നത് വിവാഹം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടാതെ വരന്മാരും അല്ലെങ്കിൽ ചെറുപ്പക്കാരും കല്യാണം കഴിച്ചു കൊടുക്കാൻ വരന്മാരെ കിട്ടാതെ പെൺകുട്ടികളും അലയുന്ന ഒരു ഭീമാകാരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ നാട്ടിലെ പഴയ കാലത്ത് കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു. ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയിലെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞും പരസ്പരം കണ്ടും കൊടുത്തും തനിക്ക് ഉള്ളത് ഇല്ലാത്തവന് കൊടുത്തും അങ്ങനെ പരസ്പരം ഒന്നായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. അതിൽ നിന്ന് മാറി അണുകുടുംബമായപ്പോൾ മനുഷ്യരെല്ലാവരും സ്വാർത്ഥരാവാൻ തുടങ്ങി. എൻ്റെത്, എനിക്ക്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ കുട്ടികൾ, എൻ്റെ ഭർത്താവ്, എൻ്റെ ജാതി, എൻ്റെ മതം, എൻ്റെ നാട് മീൻസ് കുറേ കൂടി മനുഷ്യൻ പൊസസീവ്നെസ്സിലേക്ക് പോയി. അത് കുറേ കൂടി ഇപ്പോൾ ആയത് വലിയ ഭീമാകാരമായ വീടുകൾ, അതിൽ 2 മക്കൾ, ഒരു ഭാര്യ, ഒരു ഭർത്താവ്, ബാക്കി റൂംസുകളും അതിൻ്റെ എല്ലാ ഫർണിച്ചറുകളും കാലിയായി കിടക്കുന്ന ദയനീയമായ കാഴ്ച. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നാം കൂടുതൽ സ്വാർത്ഥരായിരിക്കുന്നു എന്നുള്ള ഫാക്ട്സാണ്. കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ തിരയുന്ന ഒരു രക്ഷിതാവ് ചിന്തിക്കുന്നത് എൻ്റെ മകൾ അതോടുകൂടി സുരക്ഷിതയായി എന്നുള്ളതാണ്. കാരണം സർക്കാർ ഉദ്യോഗസ്ഥന് മാസത്തിൽ സാലറി ഉണ്ട്, അതിനൊരു മുടക്കം വരില്ല. 56 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ റിട്ടയർഡ് ആയി കഴിഞ്ഞാലും മരണം വരെ അവർക്ക് പെൻഷനുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ആകർഷണീയമായ കാര്യങ്ങളൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഉള്ളതുകൊണ്ട് തന്നെ തങ്ങളുടെ കാര്യം സേഫാണ് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് അധികം ആളുകളും ഈ സർക്കാർ ജോലിക്കാരെ മാത്രമേ തങ്ങളുടെ മകൾക്ക് വരനായി ലഭിക്കാവൂ എന്നുള്ള ഒരു വാശിയിലേക്ക് പോകാൻ കാരണം. ഇത് നമ്പർ 1 സ്വാർത്ഥതയാണെന്ന് നാം തിരിച്ചറിയണം. കാരണം ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു ജോലിക്കാരന് അയാൾക്ക് ജീവിച്ച് പോവാം എന്നുള്ളതിൽ കവിഞ്ഞ് ഈ സൊസൈറ്റിക്ക് കൊടുക്കാൻ അവർക്ക് ഒന്നുമില്ല. നമുക്കറിയാം, ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഉൾപ്പെടെ സാലറി കൊടുക്കുന്നതും ഇവിടെ റോഡും പാലവും ഉണ്ടാക്കുന്നതും വലിയ വലിയ വികസനങ്ങൾ വരുന്നതും ഒക്കെ വലിയ സംരംഭകർ അല്ലെങ്കിൽ ബിസിനസ്സുകാർ ബിസിനസ് ചെയ്യുന്നത് കൊണ്ടാണ് ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടുന്നതും അതുപോലെ നാട് വികസിക്കുന്നതും. അപ്പോൾ ഇവിടെ നാം ഒന്ന് മാറി ചിന്തിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇല്ലെങ്കിൽ നമ്മൾ മാറി ചിന്തിച്ചിട്ടില്ലെങ്കിൽ നാം നശിച്ച് നാമാവശേഷമായി പോകുമെന്നുള്ള കാര്യം ഒരു സംശയവുമില്ല. കാരണം നിങ്ങളുടെ മകൾക്ക് വിദ്യാഭ്യാസമുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവി വരൻ അല്ലെങ്കിൽ മരുമകന് ഒരു ജോലി ഇപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവന് കല്യാണം കഴിച്ചു കൊടുക്കുക. അവൻ്റെ സ്വഭാവവും അവൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കിയിട്ട് വിവാഹം ചെയ്തു കൊടുക്കുക. സർക്കാർ ഉദ്യോഗം എന്ന മാനദണ്ഡം പാടെ ഒഴിവാക്കുക. അവർ 2 പേരും യോജിച്ച് ഒരു പുതിയ സംരംഭം തുടങ്ങട്ടെ.
സർക്കാരുകൾ, കേന്ദ്ര സർക്കാരാവട്ടെ കേരള സർക്കാരുകളാവട്ടെ, നിരവധി അനവധി സ്കീമുകൾ യുവാക്കൾക്കും യുവതികൾക്കും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി കൊടുക്കുന്നു. ഇതൊന്നും അന്വേഷിക്കാതെ, ഇതിലൊന്നും മെനക്കെടാതെ, ഒരു റിസ്ക്കും ഏറ്റെടുക്കാതെ, തൻ്റെ കാര്യം എന്നതിലേക്ക് ഒതുങ്ങാതെ ഇത്തരത്തിലുള്ളതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഒരു 10 പേർക്കെങ്കിലും ജീവിതം നൽകാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലത്ത് നമ്മുടെ പിടിവാശികളൊക്കെ ഒഴിവാക്കി മാക്സിമം ഒരു സോഷ്യലായിട്ട്, ഞാനും ഒരു തട്ടാനും മാത്രം ഉണ്ടായിരുന്നെങ്കിലും എന്ന് പണ്ട് ഒരു സ്ത്രീ ആലോചിച്ചതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ രൂപത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഭാവി ഒരു ഇരുളടഞ്ഞ ഒരു ഭാവിയിലേക്ക് ഈ കേരളത്തെ നയിക്കുന്നു എന്നുള്ളതാണ്. അത് ഈ കേരളത്തിൽ മാത്രമുള്ളൊരു ട്രെൻഡുമാണത്. വേറെ ഇതര സംസ്ഥാനങ്ങളിലോ മറ്റോ ഒന്നും സർക്കാർ ജോലിക്കൊരു കൂടുതൽ പ്രാമുഖ്യം നൽകുന്നില്ല. ഇവിടെ നമ്മൾ കേരളീയർ മറ്റു ബിസിനസ്സുകളോ സംരംഭങ്ങളോ ഒന്നും ചെയ്യാതെ ഒരു ഓഫീസിൽ ചടഞ്ഞിരുന്ന് ഫയൽ ഒപ്പിട്ട് പേപ്പേഴ്സ് കൈമാറി ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമായി മാറുന്നു എന്നുള്ളതാണ്. അതിന് കൂടുതൽ താല്പര്യം കാണിക്കുന്നു, പ്രാമുഖ്യം നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായൊരു കാര്യം. അതുകൊണ്ട് നാം തിരിച്ചറിയുക, 3.5 കോടി ജനങ്ങളിൽ 5 ലക്ഷം അല്ലെങ്കിൽ 6 ലക്ഷം സർക്കാർ ജോലിക്കാർ മാത്രമേ ഉള്ളൂ. എല്ലാ യുവതികൾക്കും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ലഭിക്കുകയില്ല. സോ നിങ്ങളുടെ മകളെ ഈ സർക്കാർ ഉദ്യോഗസ്ഥനെ കൊടുക്കുക എന്നുള്ള മാനദണ്ഡം ഒഴിവാക്കുക. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും വളർത്തുക. നിങ്ങൾ മാത്രം വളർന്നാൽ പോരാ, എല്ലാവരെയും വളർത്തുക. അതിന് നമ്മുടെ മനോഭാവം മാറ്റിപ്പിടിക്കുക. അവരുടെ വിവാഹപ്രായത്തിൻ്റെ സമയത്ത് തന്നെ വിവാഹം ചെയ്തു കൊടുക്കുക. ദെൻ അനുയോജ്യമായ ഒരാളെ തേടിപ്പിടിച്ച് കാലം കഴിഞ്ഞ് നമുക്കറിയാം നമ്മുടെയൊക്കെ ആയുസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. സോ അതിനുള്ളിൽ തന്നെ ജീവിതം ആസ്വദിക്കുവാനും നേരത്തെ തന്നെ മക്കളുണ്ടാകുവാനും ആ മക്കളെ വിദ്യാഭ്യാസം നൽകി അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവരെയും ഈ സൊസൈറ്റിക്ക് ഉപകാരമുള്ളവരാക്കി തീർക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് നാം ഏറ്റെടുക്കേണ്ടത്. നാം ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം APJ അബ്ദുൽ കലാമുകളെ അല്ലെങ്കിൽ MA യൂസുഫ് അലിമാരെ അല്ലെങ്കിൽ കൊച്ചസേബി ചിറ്റിലപ്പള്ളിയെ പോലെ രവിപിള്ള പോലെയുള്ള വലിയ വലിയ ആളുകളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ സൊസൈറ്റിക്ക് ചെയ്യേണ്ട ഏറ്റവും വലിയ കടമ. അല്ലാതെ ഒരിക്കലും ഒരു ഓഫീസിൽ ചടഞ്ഞിരിക്കുന്ന, തൻ്റെ കാര്യം മാത്രം നോക്കുന്ന, മറ്റൊരു വിഷയത്തിലും ഇടപെടാത്ത ഒരു സ്വയം സംരക്ഷകനായ ഒരാളെയല്ല ഒരു രക്ഷിതാവെന്ന രീതിയിൽ നിങ്ങളിൽ നിന്നും ഈ സൊസൈറ്റി പ്രതീക്ഷിക്കുന്നത്. സോ ഇന്നു മുതലെങ്കിലും ആ ഒരു ചിന്ത ഓരോരുത്തരും മനസ്സിൽ നിന്ന് നന്നായിരിക്കും. ഒരു പുതിയ ഒരു കേരളത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. ഒരുപാട് യൂസുഫ് അലിമാരെയും കൊച്ചസേബി ചിറ്റിലപ്പള്ളിമാരെയും സംഭാവന ചെയ്യുന്ന രക്ഷിതാക്കളായി നമുക്ക് മാറാം എന്ന് ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് മാക്സിമം ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ നമുക്ക് പുതിയൊരു വിഷയവുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.